ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അല്ലെങ്കിൽ ഇന്ന് ദമാം സീക്കോയിൽ പെറ്റ് മാർക്കറ്റുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊന്ന് പെറ്റ് മാർക്കറ്റിൽ പോകാമെന്ന് കരുതി. ഇനി അവിടുത്തെ കാഴ്ചകളെ കാണാം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. എൻ്റെ റൂമുള്ളത് ദഹ്റാനിലാണ്. ഞാനിപ്പം ദഹ്റാനിൽ നിന്നും ദമാം സീക്കോയിലോട്ട് യാത്ര തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിലൊന്നായ സൗദി അരാംകോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ദഹ്റാനിലാണ്. അതുപോലെ തന്നെ ആകർഷകമായ വാസ്തുവിദ്യയിലുള്ളൊരു കെട്ടിടമുണ്ട് ഇവിടെ. ഞാൻ ആ കെട്ടിടത്തെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നീട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഞാൻ അവിടെ പോകാം. അവിടെ പോകുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. നമുക്ക് പ്രവേശനത്തിന് പ്രത്യേക പൈസ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഷോയോ അല്ലെങ്കിൽ മ്യൂസിയമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ ഫീസുള്ളൂ. അല്ലാതെ പൊതുവേ അവിടെ പോകുന്നതിന് ഫീസൊന്നുമില്ല. ഫാമിലി ആയിട്ടുള്ളവരൊക്കെ ദമാമിലും ഖോബാറിലൊക്കെ ഉള്ളവർ ഒന്ന് പോകുക. ടൈം മാഗസിൻ പറയുന്നത് ലോകത്തിലെ 100 മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ്. അതായത് ലോകത്ത് നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ട 100 സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഇത്ര എന്ന് പറയുന്ന സ്ഥലം. കിങ് അബ്ദുള്ളസീസ് സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ സെൻറ്റർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ആഗോള എണ്ണ വ്യവസായത്തിൽ സൗദി അറേബ്യയുടെ പ്രാധാന്യത്തിൻ്റെ പ്രതീകവുമായി ഇത് പ്രവർത്തിക്കുന്നു. കൂടാതെ കമ്പനിയുടെ ജീവനക്കാർക്കായി നിരവധി ഓഫീസുകളും സൗകര്യങ്ങളും ഉണ്ട്. സൗദി അരാംകോയുടെ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രവുമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തറാനെക്കുറിച്ചാണ്. ഇപ്പോൾ ഇത്രയെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചെല്ലാം പറയാം. ഇപ്പോൾ നമ്മൾ സീക്കോയിലെത്തി. ദമാം സീക്കോ പെറ്റ് മാർക്കറ്റിലോടെത്തി. ആ കാണുന്ന മിനാരമാണ് ദമാം കിങ് ഫഹദ് മസ്ജിദ്, അതായത് തലവെട്ട് പള്ളി എന്നൊക്കെ പറയുന്ന പള്ളി. ഇതാണ് ദമാമില. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ദമാം സീക്കോ പെറ്റ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് പോവാം. വെള്ളിയാഴ്ച ആയത് കാരണം രാവിലെ അധികം ട്രാഫിക്കൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുവന്ന് എവിടെയെങ്കിലും പാർക്ക് ചെയ്യട്ടെ. നല്ല പാർക്കിംഗ് സ്ഥലം എവിടെയെങ്കിലും. ഞാൻ സാധാരണ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നോക്കട്ടെ. ചിലപ്പോൾ അവിടെ എനിക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് പറ്റിയില്ല. എപ്പോഴും ഞാനിവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഈ വെള്ളിയാഴ്ച നമുക്കിനി ഉച്ച വരെ നമുക്ക് പേ പാർക്കിങ്ങും ഇല്ല, അതുവരെ ഫ്രീ ആണ്. അപ്പോൾ ഞാനിവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി മാർക്കറ്റിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് പറയാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ദമാം സീക്കോയിലുള്ള പെറ്റ് മാർക്കറ്റിൽ. ഇപ്പോൾ ഇവിടെ എല്ലാവിധ പക്ഷി, അതുപോലെ തന്നെ കോഴി, താറാവ്, പൂച്ച, നായ്ക്കുട്ടികൾ, തത്തകൾ, അങ്ങനെ കാട, അങ്ങനെ നാടൻ മുട്ടകൾ എല്ലാം ഉണ്ട്. നമുക്കെന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് കാണിച്ചുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ ഈ വീഡിയോ കാണാം. ആ പെറ്റ്സിനെ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പെറ്റ് മാർക്കറ്റിലോട്ട് കയറാം. ഇപ്പം വെള്ളിയാഴ്ച രാവിലെയാണ് ഈ പെറ്റ് മാർക്കറ്റ് നടക്കുന്നത്. ഇതൊരു പേ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഇപ്പം വെള്ളിയാഴ്ച രാവിലെ അങ്ങും ഇവിടെ നമുക്ക് അല്ലാതെ പേ പാർക്കിംഗ് ഫ്രീ ആണ്. സാധാരണ 1 മണിക്കൂറിന് 3 റിയാലാണ് പാർക്കിംഗ് ഫീസ്. അത് നമുക്ക് വെള്ളിയാഴ്ച ഫ്രീ ആണ്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് നോർമലാവും. ഇത് 9 മണി വരെ നമുക്കിവിടെ മാർക്കറ്റ് ഉണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത്. വ്യാഴാഴ്ച രാത്രി തൊട്ടേ ആൾക്കാർ വരും. ദൂര സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് അവരുടെ പക്ഷികളെ, മറ്റ് ജീവികൾ, അതായത് കോഴി, താറാവ്, പ്രാവ്, മുയൽ, നായ്കൾ, നായ്ക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ, അങ്ങനെയൊക്കെ. ഇവിടെ കുറേ പ്രാവുകളാണ് ഇരിക്കുന്നത്. കുറേ പാകിസ്ഥാനി ഭായിമാർ കുറേ പ്രാവുകളെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഈന്തപ്പഴങ്ങളുണ്ട്. പല വെറൈറ്റി ഈന്തപ്പഴങ്ങളുണ്ട്. ഓരോ ആൾക്കാർ അവരുടെ പ്രാവ്, പൂച്ചകളെയൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ള പ്രാവുകളൊക്കെ തന്നെയാണ്. ചിലതിന് നോർമൽ ഉള്ളതിനൊക്കെ 15 റിയാൽ, 10 റിയാലൊക്കെയാണ് ഉള്ളത് ഒരു പീസ്. പിന്നെ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളതിനൊക്കെ വില കൂടുന്നുണ്ട്. ഇവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ പൂച്ചേനെയും അതുപോലെ തന്നെ കിറ്റൻസിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാറ്റിന് ചെറിയ കുട്ടികളൊക്കെയാണ്. നമ്മൾ പിന്നെ ഒന്നിനും പ്രത്യേകിച്ച് റേറ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവർക്കറിയാം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണോ മേടിക്കാനുള്ള ഉദ്ദേശത്തിലാണോ വന്നതെന്ന് അവർക്കറിയാം. അത് കാരണം ഒരുപാട് നമ്മൾ അങ്ങോട്ട് ഇതായിക്കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ വീഡിയോ എടുക്കുന്നതിന് നമ്മുടെ ദേഷ്യപ്പെടും. അത് കാരണം അവർ സലാം പറയും, നമ്മളും സലാം പറയും, വിശേഷം തിരക്കും, നമ്മൾ വീഡിയോ എടുത്തങ്ങ് പോവും. അത്രയേ ഉള്ളൂ. ചിലർക്ക് ഫേസ് കാണിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഫേസ് കാണിക്കത്തില്ല, അല്ലാതെ എടുക്കത്തില്ല എന്ന് പറയും. ഇവിടെ കുറച്ച് മുയലൊക്കെ ഉണ്ട്. 2-3 മുയൽ കുറവാണ്. ചൂടായത് കാരണം മുയലൊക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ നാടൻ മുട്ടകളൊക്കെ ഉണ്ട്, കോഴികൾ, പിന്നെ
ഇറച്ചിക്കോഴിയും അല്ലാത്ത കോഴിയൊക്കെ ഉണ്ട്. ഇത് വൈറ്റ് ലഗോണിലെ കോഴിയാണ് എന്ന് തോന്നുന്നു. വൈറ്റ് ലഗോണാണ്. ഇത് നമ്മുടെ നാടൻ കടകളിൽ കിട്ടുന്ന മുട്ടയില്ലേ, ഈ ബ്ലോക്ക് മുട്ട എന്നൊക്കെ പറയുന്ന മുട്ട, അതിൻ്റെ ആ കോഴിയുടെ പൂവൻ കോഴിയാണ്. ഇത് ബ്രോയിലർ കോഴിയാണ്. ഇതൊക്കെ ഇറച്ചിക്കായിട്ട് തന്നെ വളർത്തുന്ന ബ്രോയിലർ കോഴികളാണ്. ഇത് 25 റിയാലാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാവുന്നതാണ്. അവർ പറയുന്ന പൈസക്കൊന്നും ആരും മേടിക്കത്തൊന്നുമില്ല. അത് ഒന്ന് മാർക്കറ്റ് തീരുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അവർ വില കുറച്ച് തരും. അങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റ് നടക്കുന്നത്. പിന്നെ പ്രാവുകളാണ് ഉള്ളത്. ഇവിടെ ഈ വേറൊരു ചെറിയ പ്രാവാണ്, നമ്മുടെ നാട്ടിലെ അരിപ്രാവ് അങ്ങനെയൊക്കെ ഓരോ പേര് പറയുന്നത്, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് വളർത്തുന്നതല്ല കേട്ടോ, അതിങ്ങനെ ഇവർ പിടിക്കുന്നതാണ്. നമ്മൾ മീനെ കോരുന്ന വലയില്ലേ, നെറ്റ്, അതുകൊണ്ട് ഇവരിങ്ങനെ ഈ പക്ഷികൾ വന്നിരിക്കുന്ന മരത്തിൻ്റെ സൈഡിലൂടെ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ഈ നെറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് ഓടും. അത് ഇതുങ്ങൾ പറക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറുന്നതന്നെയാണ് ഇതാകുന്നത്. അത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ സൗദി പിള്ളേരൊക്കെ വന്ന് അവർ പിടിക്കും. അത് ഭക്ഷണത്തിന് വേണ്ടിയാണ് കേട്ടോ. അത് ചെറുതല്ലത്, അതിന് അത്രേ വളർച്ചയുള്ള ആ കിളിക്ക്. അത് ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് പിന്നെ നമ്മുടെ ഡയമണ്ട് ഡവ് എന്ന് പറയുന്ന, ഇതിനൊക്കെ റേറ്റ് ഞാൻ ചോദിച്ചില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ബഡ്ജീസ് ഉണ്ട്, ഫിഞ്ചസ് ഉണ്ട്. അങ്ങനെ പിന്നെ ഹാംസ്റ്ററും മുയലും ഒക്കെ കുറവാണ് ഇപ്പോൾ ഉള്ള. കാരണം ചൂടായത് കാരണം ഹാംസ്റ്ററും ബഡ്ജീസും ഒക്കെ ഒരുപാട് കുറവാണ്. പെറ്റ്സിൻ്റെ ഫുഡ്, അതുപോലെ തന്നെ അവരുടെ ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങൾ, ടോയ്സ്, അവരുടെ കാൽസ്യം സപ്ലിമെൻറ്റ്സ്, മറ്റുള്ള സപ്ലിമെൻറ്റ്സുകളെല്ലാം, അവരുടെ കേജ്, ലിറ്റർ, അങ്ങനെയുള്ള പെറ്റ്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും വില കുറച്ച് വെള്ളിയാഴ്ച ഈ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഇതിൽ നല്ല പ്രൈസാവും. ഇവിടുന്ന് നമുക്ക് ലാഭത്തിൽ വാങ്ങാം. ഇങ്ങനെ ഇടയ്ക്ക് മാർക്കറ്റിലൊക്കെ വരുന്നവർ വീടുകളിൽ ഫ്ലാറ്റിലൊക്കെ വളർന്നവരുടെ ബഡ്ജീസും പിഞ്ചസും ഒക്കെ കാണും. കാരണം കുറച്ച് ബ്രീഡാകുന്നതിനെ കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ഈ ബ്രൗൺ പപ്പീനെ ഒരു ലേഡി ഇവിടെ വില ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ മാറി അങ്ങോട്ട് എൻ്റെ ഓണറുമായിട്ട് അവരുടെ ഹസ്ബൻഡൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ബ്രൗൺ പട്ടിക്കുട്ടീനെ. നല്ല രസമുണ്ട് അതിനെ കാണാൻ, എനിക്കിഷ്ടപ്പെട്ട്. മറ്റതും 2 എണ്ണം ഉണ്ട്, എന്നാലും ആ ബ്രൗണിനെ കാണാനാണ് കുറച്ചും കൂടെ ഭംഗി. അങ്ങനെ പിന്നെ ഒരുപാട് തത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒക്കെ ഉള്ളത് ഈ പാറ്റക്കുള്ള മരുന്നും കാര്യങ്ങളും, പാറ്റ വരാതിരിക്കാനുള്ള ട്രിമ്മർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇതും ബ്രോയിലർ കോഴിയാണ്. അവർ പറയുന്ന വിലയ്ക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബാർഗെയിൻ ചെയ്ത് തരും. ഒരുപാട് വില കുറച്ച് അവർ പറയുന്നതിനെക്കാട്ടി ഒരുപാട് വില കുറച്ചായിരിക്കും അവർ വിൽക്കുന്നത്. അവർ 25 പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 15-നായിരിക്കും വിൽക്കുന്നത്. അത് കാരണം അവർ പറയുന്ന വില കൊടുത്താലും വാങ്ങാറില്ല. ഒറ്റയടിക്ക് അവർ പറഞ്ഞ ഉടനെ പൈസ കൊടുത്താലും വാങ്ങാൻ നിൽക്കല്. ഇവിടെ കുറച്ച് താറാൻ കുട്ടികളും അതുപോലെ തന്നെ ചൈനീസ് ഗൂസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ ഹാച്ച് ചെയ്ത് ഇൻക്യുബേറ്റർ വെച്ച് വിരിയിക്കുന്നതാണ്. ഇത് ഖത്തീഫിലാണ് ഇങ്ങനെയുള്ള ഫാമുകൾ. ഈ ഏരിയയിൽ ദമാമിൽ, അൽക്കോബാർ ഭാഗത്ത് ഖത്തീഫിലാണ് ഇങ്ങനെയുള്ള ഏരിയ കൂടുതലുള്ളത്. പിന്നെ അല്ലാതെ വളർത്തുന്നവരും ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഖത്തീഫിൽ ഇതുപോലുള്ള തോട്ടങ്ങൾ, മസറ, അതായത് മസറ എന്ന് വെച്ചാൽ ഫാം എന്നാണ്, തോട്ടമാണ് പറയുന്നത്. അതുള്ള ഏരിയകളാണ്. അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രോയിലർ കോഴി കാര്യങ്ങൾ, നാടൻ കോഴി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇത് ഇന്നലെ രാത്രി തൊട്ട്, വ്യാഴാഴ്ച രാത്രി തൊട്ട് ഇതെല്ലാം ഇവിടെ വന്നു ഇപ്പം വരും ഇതിൻ്റെ ആൾക്കാർ, ഓണറൊക്കെ ആയിട്ട്. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ തൊട്ടാണ് മാർക്കറ്റ്. വ്യാഴാഴ്ച മാർക്കറ്റ് നടക്കും, പക്ഷേ വ്യാഴാഴ്ച നല്ല തിരക്കുള്ള സമയം, രാത്രിയില്ല. എന്നാലും അന്നേരം ഇവിടെ വെച്ചല്ല, കുറച്ച് അപ്പുറത്തോട്ട് മാറി വേറൊരിതുണ്ട്. അതായത് ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ റെഡിയായിട്ടിരിക്കും. രാത്രിയിലേ ഇങ്ങോട്ട് മാറത്തുള്ളൂ. കാരണം രാത്രി ഒരു 11 മണിക്ക് ശേഷം ഈ ഗ്രൗണ്ടിലോട്ട് എല്ലാം കൊണ്ടുവെക്കത്തുള്ളൂ. ഇത് കുറച്ച് ഗൂസ് ഇപ്പോൾ ഉണ്ട്. പിന്നെ താറാവുണ്ട്. ഒരു ഫാമിലി അവിടെ ഒരു താറാവിനെ മീറ്റിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അവരതിനെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കത്തൊന്നുമില്ല, അത് നമ്മൾ തന്നെ കട്ട് ചെയ്യണം. അല്ലാതെ ഇവർ ഇറച്ചിയാക്കി കൊടുക്കത്തൊന്നുമില്ല. നാടൻ മുട്ടയൊക്കെ ഉണ്ട്. നാടൻ മുട്ടയ്ക്കൊക്കെ ഇപ്പം അധികം വിലയൊന്നുമില്ല ഇവിടെ, ഇങ്ങനെ ചൂടായത് കാരണം. തണുപ്പാകുമ്പോഴത്തേക്ക് നല്ല വിലയാവും. പിന്നെ ഇവിടെ സൗദിയിൽ ഇപ്പം സമ്മർ കഴിയാറായി, അത് കാരണം വില കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൂടും എല്ലാത്തിനും. ഇവിടെ കുറച്ച് ഫയോമി കോഴികളൊക്കെ ഉണ്ട്, പക്ഷേ ക്രോസാണ്, അല്ല പ്യുവർ ബ്രീഡല്ല. കുറച്ച് മുയലൊക്കെ കുറവാണ്. തണുപ്പിനെ മുയലൊക്കെ നല്ലതായിട്ട് വരത്തുള്ളൂ. തണുപ്പിന് മുയലിന് നല്ല വിലയാണ്. ഇപ്പം മുയലിന് വില കുറവാണ്, ചൂടായത് കാരണം പൊതുവേ ഇതിനെല്ലാം വില കുറവാണ്.
ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ഇനി പോകാം നമുക്ക്. ഇവിടെയെല്ലാം ഇപ്പം ചായ കുടിച്ച ഗ്ലാസ്സും ഈ ഇതുങ്ങളുടെയൊക്കെ കാഷ്ടങ്ങളും കാര്യങ്ങളായിട്ട് കിടക്കുവാണ്. പക്ഷേ 9 മണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇവിടുന്ന് മാർക്കറ്റ് ഒഴിവാകും. 9 മണിക്ക് മാർക്കറ്റ് ഒഴിവായില്ലേ ഇവിടെ കച്ചവടം ചെയ്യുന്നവർക്ക് അതിനുശേഷം ഫൈൻ ആവും. അവർക്ക് നല്ലൊരു തുക ഫൈനാകും 9 മണിക്ക് ശേഷം ഇങ്ങനെ മാർക്കറ്റ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ 9 മണിക്ക് ശേഷം ഇതെല്ലാം ബലദി, അതായത് മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ എല്ലാം കഴുകി അണുവിമുക്തമാക്കും. കാരണം ഇത് ഒരു പബ്ലിക് പ്ലേസ് അല്ലേ, അവിടെയല്ലേ ഈ മാർക്കറ്റ് നടക്കുന്നത്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇങ്ങനെ പെർമിഷൻ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്. അതിനുശേഷം ഇതെല്ലാം ക്ലീൻ ആക്കും. ഇതെല്ലാം ഈ പെറ്റ്സിന്, കിളികൾക്ക് വേണ്ടിയുള്ള ഫുഡും ടോയ്സും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ തീറ്റപാത്രം അതുപോലെ എല്ലാ ഫുഡുണ്ട്. ഈ ക്യാറ്റ് ഫുഡും ഡോഗ് ഫുഡും എല്ലാം ഉണ്ട്. അതെല്ലാം ഇവിടുന്ന് ലാഭത്തിൽ വാങ്ങാം. ഇന്ന് തത്തകളൊക്കെ കുറവാണ്. മറ്റേത് അങ്ങനെയല്ല, ഒരുപാട് തത്തകൾ വരുന്നതാണ്. തത്തകൾ പ്രാവശ്യം കുറവാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇത് കോഴികളാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. തത്തകളുണ്ട്, എന്നാലും കുറവാണ്. ഇവിടെ ഒരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഇരിപ്പുണ്ട്. ഇതിന് വില 3700 റിയാലാണ്. നാട്ടിലെ 10-75,000 രൂപ മേളിലാവും. അത്രയാണ് അതിൻ്റെ വില. അത് വാങ്ങാൻ ആൾക്കാർ കാണും, അത് വേറെ കാര്യം. കുറച്ച് ബഡ്ജീസും കാര്യങ്ങളൊക്കെയാണ്. അത് കേജ് ഉൾപ്പെടെ വിൽക്കാനുണ്ട്. അതല്ലാതെ ബഡ്ജി കിളികൾ മാത്രമായിട്ടുള്ളതുണ്ട്. എങ്ങനെയാണെങ്കിലും കിട്ടും. ഇത് പോക്കറ്റില്ല അങ്ങനെ എന്നുള്ള പക്ഷിയാണ്. വേറെ എന്തോ ഒരു പക്ഷിയുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ബഡ്ജീസും മറ്റേ ഫിഞ്ചസും അല്ല, വേറൊരു സൈസ് കിളിയുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അങ്ങനെ പോയിട്ട് ഇത് ആഫ്രിക്കൻ ലൊബേഴ്സ്. ഇതൊരു തത്തയുണ്ട്. ഇതിൻ്റെ ചിറക് വെട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. ചിറക് വെട്ടിക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സെല്ലോ ടേപ്പ് പോലെ ചൊട്ടിച്ച് കാണും ചിറക്, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം ചെറിയ കുട്ടികളെ കാണും, വലുതുമൊക്കെ ഉണ്ട് കേട്ടോ. ഹാൻഡ് ഫീഡും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ആഫ്രിക്കൻ ലൊബേഴ്സ്. والعجر والسموحه لو فيها خراج والله اعطيتك اقل ترى ولا ريال فيها فايده. وانت اخو عزيز ما قصرت فيها في الروزات، لذلك انا ما انسى الرجال اللي حن علي، ما انسى. الله يحفظك. مع مبارك عمو. اسمه هذا اليف باقي الله يرفعك. ها وش عمرك؟ كم عمرك؟ وش من خير؟ لا كان كم عمرك؟ هذا جناح مرفوع. جناح مرفوع. جناح ആഫ്രിക്കൻ ലൊബേഴ്സ് അല്ലാതും ബഡ്ജീസും ഇതൊന്നും അല്ലാതെ വേറൊരു കിളിയുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. ഈ ഇരിക്കുന്ന കിളിയാണ്. അതിൻ്റെ പേരെന്താ പറയുന്നത്? ഞാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ പെറ്റ് ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല, അല്ലാതെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ മാർക്കറ്റിൽ കാക്ക, നമ്മുടെ നാട്ടിൽ കാക്കയില്ലേ പറഞ്ഞു നടക്കുന്നത്, അതുപോലത്തെ കാക്കയൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുപോയി. പക്ഷേ ഇന്നില്ല. പൊതുവെ കാക്കനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. കാക്ക നമ്മൾ ഈ തത്തേനെയൊക്കെ വളർത്തുന്ന പോലെ വളർത്താൻ പറ്റുന്നതാണ്. കാരണം കാക്ക നന്നായിട്ട് ഇണങ്ങും. അതുപോലെ തന്നെ ഈ തത്ത അനുകരിച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് പ്രാവശ്യം കേട്ട് പഠിച്ച സൗണ്ടുകൾ തത്തയും അനുകരിക്കും. ഇപ്പം നമ്മൾ തത്ത സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്ത നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് മറുപടി തരുന്നതല്ല, അത് സ്ഥിരം കേട്ട് ഏതെങ്കിലും ശബ്ദത്തെ അനുകരിക്കുന്നതാണ്. അതുപോലെ തന്നെ കാക്കയും അനുകരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ മാർക്കറ്റിൽ കാക്കേനെ അങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഇല്ല. പിന്നെ കുറച്ച് ഈ കൊക്കറ്റും അങ്ങനെയുള്ള കിളികളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് ഇവിടെയുണ്ട്. അത് കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഈ ബഡ്ജീസിന് ഈ കേജ് ഉൾപ്പെടെ ഒരു ടീം വില ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അത് സംസാരിക്കുന്നുണ്ട്. അവർ ആദ്യമേ വില ചോദിച്ച് ശരി ഒക്കാതെ തിരിച്ചു പോയി, പിന്നെയും രണ്ടാമത് സംസാരിക്കുന്നുണ്ട്.
അങ്ങനെ. പിന്നെ ഇവിടെ ഒരു ആഫ്രിക്കൻ ലോബേഡ്സ് ഉണ്ട്, അതിൻ്റെയും വില പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടായിരുന്നു 2000 റിയാലാണ് ഒരു കൂട്ടർ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് 3700 കാരണം അത് കച്ചവടം നടക്കുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അപ്പം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.